എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു പദമാണ് എടുക്കുന്നത്. ആ പദം വേറൊന്നുമല്ല, ഈ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളിലേക്ക് 2-ാം അധ്യായമാണ്. 2-ാം അധ്യായം ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനത് പറയുന്നത്. എഫെസ്യ ലേഖനം 2-ാമത്തെ അധ്യായമാണ്. 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ്. അതിക്രമങ്ങളാലും വേണമെങ്കിൽ ഒന്ന് വായിച്ചു മോനെ വാക്ക്. 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും യേശു ഉയർപ്പിച്ചു. ഈ 1-ാം വാക്യത്തിൽ ഉയർപ്പിച്ചു എന്നാണെങ്കിൽ 5-ാം വാക്യത്തിൽ വരുമ്പോൾ ഉയർപ്പിച്ചു എന്നല്ല, ജീവിപ്പിച്ചു എന്നാണ്. 5-ാം വാക്യം ഒന്ന് നോക്കി. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ യേശുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. അത് ഇങ്ങനെ പറഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. യേശുവിൻ്റെ ജീവൻ വന്ന് നമ്മളെ ജീവിപ്പിച്ചു. ഒന്ന് പറഞ്ഞ്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മളെ യേശുവിൻ്റെ ജീവൻ വന്ന് ജീവിപ്പിച്ചു. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറയാമോ? അതിക്രമങ്ങളാലും, കരമുയർത്തിയൊന്നും എല്ലാവരും ഒന്ന് പറഞ്ഞേ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നിരുന്ന എന്നിലേക്ക് യേശുവിന്റെ ജീവൻ വന്നു. ഒരു പുതിയ ജീവിതം തുടങ്ങി. അപ്പൊ ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന ഈ പുതിയ ജീവിതം നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇന്ന് എംഫസൈസ് ചെയ്യുന്നത്. ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന യേശുവിൽ തുടങ്ങിയിരിക്കുന്ന ഈ പുതിയ ജീവിതം യേശുവിൻ്റെ ജീവനെയും കൊണ്ട്, യേശുവിൻ്റെ ജീവൻ വന്ന ശേഷം തുടങ്ങിയതാണ്. ആ 2 പദം ഒന്നുകൂടെ ഞാൻ പറയാം. യേശുവിൻ്റെ ജീവനെയും കൊണ്ട്, യേശുവിൻ്റെ ജീവൻ വന്ന ശേഷം തുടങ്ങിയതാണ്. തിരിച്ചു പറഞ്ഞാലും അത് കറക്റ്റ് തന്നെയാണ്. യേശുവിൻ്റെ ജീവൻ വന്ന ശേഷം യേശുവിൻ്റെ ജീവനെയും കൊണ്ട് തുടങ്ങിയ ഒരു ജീവിതത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഹല്ലേലൂയ. ഒന്നുകൂടെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആളോടൊന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു, യേശുവിൻ്റെ ജീവൻ വന്ന ശേഷം തുടങ്ങിയതാണ് ഇപ്പോൾ ഉള്ള ഈ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവനെ സ്വീകരിച്ചിട്ട് നിങ്ങൾ തുടങ്ങിയ ജീവിതമാണ്. ഒന്ന് പറഞ്ഞു, യേശുവിൻ്റെ ജീവനെ ഞാൻ സ്വീകരിച്ചിട്ട് ഞാൻ തുടങ്ങിയ ജീവിതമാണ്. ഹല്ലേലൂയ. ഒരു പ്രയത്നം കൊണ്ടും രക്ഷ നേടാൻ പറ്റുകയില്ല. കാരണം മരിച്ചു കിടക്കുക. ഇച്ചിരിയേലും ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവനെ നിന്നോണ്ട് എന്തെങ്കിലും ചെയ്ത് നേടാമായിരുന്നു. ഒരല്പം പോലും എന്തില്ല, ജീവനില്ല. അതുപോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൃപയാൽ അത്ര വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത്. 2-ാം അധ്യായത്തിന്റെ താഴേക്ക് വായിക്കുമ്പോൾ 8-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു അല്ലേ? 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത വാക്ക്, അതിന് നിങ്ങൾ കാരണമല്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് നോക്കിയേ. ദൈവത്തിന്റെ ദാനമത്രേയാകുന്നു. അടുത്തത്, ആരും പ്രശംസിക്കാതിരിക്കാൻ നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല. എന്നാ പ്രവർത്തിക്കാനാ? ഇങ്ങോട്ട് നോക്കിയേ. ചത്ത് കിടക്കുന്നവൻ ഇനി എന്നാ പ്രവർത്തിക്കാനാ? ഈസ് ഡെഡ്. ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, കാരണം ചത്ത് കിടക്കുക. അതിക്രമങ്ങളും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന ഇദ്ദേഹം എന്നാ ചെയ്ത് രക്ഷപ്പെടാനാ? ഒന്നും ചെയ്ത് രക്ഷപ്പെടാനൊക്കെയല്ല, കാരണം മരിച്ചു കിടക്കുക. ഹല്ലേലൂയ. വേറൊരാൾ രക്ഷിച്ചേ പറ്റൂ. ആ സ്ഥിതിയില്ല. അവിടെയാണ് അവിടുത്തെ കൃപയാൽ, 8-ാമത്തെ വാക്യം, അവന്റെ കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം അവിടുത്തെ അവതാര്യം നിങ്ങൾക്ക് തന്നു. ആരുടെ? യേശുവിന്റെ അവതാര്യം. അതാണ് കൃപ. അവിടുത്തെ ദയാദാക്ഷിണ്യം, അതാണ് കൃപ. ജീവനില്ലാതെ കിടന്ന് നിങ്ങളോട് ഒരാൾക്ക് ദയ തോന്നി. ഒന്ന് പറഞ്ഞേ, ജീവനില്ലാതെ കിടന്ന് എന്നോട് ഒരാൾക്ക് ദയ തോന്നി, കരുണ തോന്നി, കൃപ തോന്നി. ആ തോന്നിയ കൃപയ്ക്കകത്തുനിന്ന് അയാള് തോന്നിയ കൃപ ആർക്കായിരുന്നു? യേശുവിനായിരുന്നു. കൃപ തോന്നിയ യേശു ആ കൃപയിൽ നിന്ന് എനിക്ക് വേണ്ടി രക്ഷ തന്നു. കൃപയാൽ അത്രേ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെടും. എന്നിട്ട് ആദ്യമേ പറഞ്ഞു, നിങ്ങൾ കാരണമല്ല. കാരണം ഇത് നേടാൻ നിങ്ങൾ കാരണമല്ല. കാരണം നിങ്ങൾക്ക് കാരണമാകാൻ എങ്ങനെയാ പറ്റുന്നത്? ചത്ത് കിടക്കുന്നവൻ എങ്ങനെയാ വേറൊന്നിന് കാരണമാകുന്നേ? ഹല്ലേലൂയ. ചത്ത് കിടന്ന നിങ്ങളിലേക്ക് ഒരു ജീവൻ വന്നു. ഹല്ലേലൂയ. ആ ജീവനാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്. എത്ര പേര് അങ്ങനെ പറയാൻ മടിയില്ലാതെ പറയാൻ താല്പര്യപ്പെടുന്നുണ്ട്? ആ ജീവനാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്. അപ്പൊ ഇനിയുള്ള ജീവിതം മുഴുവൻ ഈ ജീവനെയും കൊണ്ടുള്ള ജീവിതമാണ്. ഉറക്കെ പറ, ഈ ജീവനെയും കൊണ്ടുള്ള ജീവിതമാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ സർട്ടൻ ഡൂസ് കാണും, ചെയ്യാൻ പറയുന്ന ചില കാര്യങ്ങൾ കാണും ബൈബിളിൽ. ചെയ്യാൻ ദൈവം എന്തെങ്കിലും പറയുന്നെങ്കിൽ ഓർത്തോണം, ചെയ്യാൻ പറയുന്നതിന് മുമ്പേ ചെയ്യാൻ വേണ്ടി അവിടുത്തെ ജീവൻ തന്നിട്ടുണ്ട്.
ഞാൻ പറയുന്നത് ടീച്ചർക്ക് മനസ്സിലാവും. അവിടുത്തെ ജീവൻ തരാതെ ഒരിക്കലും അവിടുന്ന് എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുകയല്ല. കാരണം എൻ്റെ പ്രയത്നം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊന്നും അല്ലത്. അവിടുത്തെ ജീവനെ കൊണ്ട് ഞാൻ ചെയ്യേണ്ടതാ. റിക്വയർമെൻറ്റ്സ് ഉണ്ട്. റിക്വയർമെൻറ്റ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നറിയോ? ഹിസ് ലൈഫ്. അവിടുത്തെ ജീവനെ എനിക്ക് തന്നിട്ടാണ് അവിടുന്ന് എന്നിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടോ അതെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വിശുദ്ധ ജീവിതം. വിശുദ്ധ ജീവിതം അവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധരാകുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നേ. ഹലോ, എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. വിശുദ്ധരാകുവീൻ എന്ന് കർത്താവ് പറയുന്നെങ്കിൽ ഓർത്തോ, ആ പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അവിടുത്തെ ജീവൻ തന്നിട്ടുണ്ട്. ആ ജീവനെയും കൊണ്ട് നിങ്ങൾക്ക് ആകാൻ പറ്റും. അതുകൊണ്ട് ആ വാക്ക് അങ്ങനെ പറഞ്ഞു, വിശുദ്ധരാകുവീൻ. അന്യോന്യ സ്നേഹിപ്പീൻ, ക്ഷമിപ്പീൻ, അന്യോന്യം ക്ഷമിപ്പീൻ. സ്വയത്തെ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മളെ തകർത്ത് ഒരാളെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് സ്വയത്തെ പറ്റുമോ? ഒരിക്കലും ഇല്ല. ചുമ്മാ വാചകം അടിക്കാൻ വേണമെങ്കിൽ എനിക്കും ക്ഷമിക്കാം, ഞാൻ ക്ഷമിച്ചു എന്നൊക്കെ പറയാം. പക്ഷെ ചുമ്മാ പറ്റത്തില്ല. പക്ഷെ ഈ സ്വീകരിച്ച ജീവന്റെ സ്വഭാവമാണ് ഫോർഗീവ്നെസ്. നിങ്ങൾ സ്വീകരിച്ച ജീവന്റെ സ്വഭാവമാണ് ക്ഷമ. ഓ ഹല്ലേലൂയ. ഇങ്ങനൊന്ന് മനസ്സിലാക്കിയത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് വലിയ ചലഞ്ചായിട്ട് തോന്നുന്നു. എന്നെക്കൊണ്ട് ഇത് പറ്റാത്ത ജീവിതമാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സ്വീകരിച്ച ജീവനെയും കൊണ്ട് മാത്രം പറ്റുന്നതാണ് യേശുവിൻ്റെ കൽപ്പനകളെല്ലാം. ഹല്ലേലൂയ. വിശുദ്ധരാകുവിൻ. വിശുദ്ധി എന്ന ദൈവത്തിൻ്റെ പ്രകൃതി, ദൈവത്തിൻ്റെ നേച്ചറാണ് വിശുദ്ധി. ഹോളിനെസ് ഈസ് ഹിസ് നേച്ചർ. അവിടുത്തെ പ്രകൃതിയെ എനിക്കൊരിക്കലും എൻ്റെ പ്രയത്നത്തെ നേടാൻ പറ്റുകയില്ല. പക്ഷെ അവിടുത്തെ ജീവൻ എന്നിൽ ഉള്ളത് കൊണ്ട് എനിക്ക് എന്നെ നേടാൻ പറ്റും ഈസി ആയിട്ട്. കരുണയുള്ളവനാകണം. എൻ്റെ അവസ്ഥ എനിക്കറിയാം. എനിക്ക് കരുണയില്ല. പക്ഷെ ഞാൻ സ്വീകരിച്ച ജീവൻ നിമിത്തം എനിക്ക് കരുണയുള്ളവനാകാൻ പറ്റും. ഇന്ന് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ഓർത്തോ, ജീവനം കൊണ്ടാണ് നിൽക്കുന്നേ. ഇന്ന് നിങ്ങൾ നടക്കുന്നെങ്കിൽ ഓർത്തോ, ജീവനം കൊണ്ടാണ് നടക്കുന്നേ. ഓ, കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ ആശയം എഫേസ് ലേഖനത്തിലെ മാത്രം ആശയമല്ല. അതാണ് ഇന്ന് പ്രധാനമായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-11 ഒന്നെടുത്ത്. 10:10 ജോൺ, ഗോസ്പൽ ഓഫ് ജോൺ 10:10. യോഹന്നാൻ 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ. കണ്ടോ, കള്ളൻ പിശാചിനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കും. കള്ളം വരുന്നത് എന്തിനാണെന്നറിയോ? മോഷ്ടിപ്പാനും അറുക്കാനും മുടിക്കാനും. നിങ്ങൾ എന്തുണ്ടോ അതിനെ സ്റ്റീൽ ചെയ്യാൻ, മോഷ്ടിക്കാൻ വേണ്ടിയാവും വരുന്നത്. മോഷ്ടിപ്പാനും അറുക്കാനും മുടിക്കാനും അല്ലാതെ കള്ളം വരുന്നില്ല. ഇനി യേശു വന്നതോ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും. നോക്കി യേശു വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. ഹല്ലേലൂയ. അപ്പൊ കള്ളം വന്നത് ഉള്ളത് കൊണ്ടുപോകാനാ. ഹല്ലേലൂയ. യേശു വന്നത് ഉള്ളത് തരാനാ. ഹല്ലേലൂയ. അറുക്കാനും മുടിക്കാനും അല്ല, മോഷ്ടിപ്പാനും അല്ലാതെ കള്ളം വന്നിട്ടില്ല. കള്ളം വന്ന് ഇത് ചെയ്തു. കള്ളൻ ഇത് ചെയ്തിടത്താണ് കർത്താവ് അത് ചെയ്തത്. എന്ത് ചെയ്തു? യേശു വന്നത് ജീവനുണ്ടാകാനും. വായിച്ചോ വാക്ക്, ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇനി യേശുവിൻ്റെ ഈ ഐ ആം സെയിങ്സ് ഉണ്ടല്ലോ, ഞാനാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു. അതെനിക്കൊന്ന് എപ്പോഴേലും ഒന്ന് പ്രസംഗിക്കണമെന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളതാണ്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, 10:11. ഞാൻ നല്ല ഇടയനാകുന്നു. നോക്കിയേ, ഞാൻ നല്ല ഇടയനാകുന്നു. ഈ നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, യേശുവിടെ പറയാമേ ഗുഡ് ഷെപ്പേർഡ്, നല്ല ഇടയനാ. എന്തിനാ നല്ല ഇടയൻ എന്ന് പറയുന്നത്? ഇടയൻ ഇല്ലാത്ത ഒരു പ്രത്യേകത നല്ല ഇടയനുണ്ട്. ഒരിടയനും ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുകയല്ല, പക്ഷേ ഈ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. അടുത്ത വായിച്ചു നോക്കിയേ. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അപ്പൊ ആടുകള് ഇടയന്റെ ജീവൻ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതാണ് ഇവിടുത്തെ പോയിന്റ്. അതാണ് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ കൂടെയുള്ള ആടുകളെന്ന് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കൈയും കാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മേന്ന് കരഞ്ഞ് നടക്കുന്ന ആടുകളല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആടുകളെന്ന് യേശുവോട് ഉദ്ദേശിച്ചത് യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന ശിശുവൃന്ദത്തെ തന്നെയാണ്. യേശുവിൻ്റെ പിന്നാലെ നടക്കുന്ന കൂട്ടരെ കുറിച്ച് തന്നെയാണ്. അവരോട് യേശു പറയുക, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞു, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇതുപോലൊരു നല്ല ഇടയനെ കണ്ടിട്ടുണ്ടോ? ആടിനെ നടത്തുന്ന ഇടയനെ കണ്ടിട്ടുണ്ട്, ആടിനെ തോളിൽ എടുക്കുന്ന ഇടയനെ കണ്ടിട്ടുണ്ട്, ആടിനെ പുല്ല് പറിച്ച് കൊടുക്കുന്ന ഇടയനെ കണ്ടിട്ടുണ്ട്, അല്ലെ പുല്ലുള്ളത്തോടെ ആടിനെ നയിക്കുന്ന ഇടയനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവനെ കൊടുക്കുന്ന ഒരു ഇടയനെ പരിചയപ്പെട്ടിട്ടുണ്ടോ?
ഹല്ലേലൂയ. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ഇടയന്റെ പ്രത്യേകത പുല്ല് പറിച്ചു കൊടുക്കുമെന്നല്ല, മേൽത്തരമായ പുൽമേടയിൽ നടത്തുമെന്നല്ല, വെള്ളം കുടിപ്പിച്ച് വയറ് നടത്തുമെന്നല്ല, ജീവനെ തന്നവനാണ് ഈ ഇടയൻ. ഓ, കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. തൻ്റെ കൂടെയുള്ള 100 ആടുകൾ ജീവിക്കുന്നുവെങ്കിൽ ഓർത്തോ, ആ 100 ആടുകളും ഇടയന്റെ ജീവനെയും കൊണ്ട് ജീവിക്കുന്ന ആടുകളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറയാൻ താല്പര്യമുണ്ടോ? 100 ആടുണ്ടെങ്കിൽ ആ 100 ആടും ആടിൻ്റെ ജീവനെ കൊണ്ട് ജീവിക്കുന്നവരല്ല, ഇടയൻ്റെ ജീവനെ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ചേർന്നൊന്ന് പറഞ്ഞ് ജീവനെ കൊടുക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ് ജീവനെ കൊടുക്കുന്നു. ആ 5 ഉപമകള് യേശു പറയുന്ന ആ സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. 5 ഉപമകൾ. ആരെന്നോട് ചേർന്ന് പറയൂ? 5 ഉപമകൾ. യേശു ഒരുപോലെ പറയുന്ന 5 ഉപമകൾ. നമ്മുടെ എവിടെ തൊട്ടാ പറഞ്ഞ് അറിയാവുന്നവർ പറഞ്ഞ്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, ഒരെണ്ണം കാണാതെ പോയി. പിന്നെ 100 ആടുണ്ടായിരുന്നു, ഒരെണ്ണം കാണാതെ പോയി. പിന്നെ 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരു ചെറുക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ധനവാനായ മനുഷ്യന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. പിന്നെ ലാസറും ധനവാനും ഉണ്ടായിരുന്നു. ഈ 5 ഉപമകളെ യേശു പറയുമ്പോൾ ഈ 99 ആടിൻ്റെ കാര്യം, 100 ആടിൻ്റെ കാര്യം പറയുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. 99 മരുഭൂമിയിൽ വിട്ടേച്ച് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്. ആ വാക്ക് നിങ്ങൾ അടിവരയിടണമേ. നിങ്ങളുടെ എൻ്റെ എല്ലാം സംഖ്യാശാസ്ത്രത്തിൽ, ന്യൂമറോളജിയിൽ 99 വലുത്, 1 ചെറുതാണ്. പക്ഷേ കർത്താവ് അവിടെ ചെയ്ത ആ കാര്യം നിങ്ങളിവിടെ വായിക്കുന്നുണ്ട്. 99 മരുഭൂമിയിലിട്ടേച്ച് ആ ഒരാടിന് വേണ്ടി ആ ഇടയൻ നടക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കണ്ടു കിട്ടിയപ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, അതിനെ ചുമലിലെടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് സ്നേഹിതരെയും കൂട്ടുകാരെയും എല്ലാം വിളിച്ച്, എൻ്റെ ഈ ആട് നഷ്ടപ്പെട്ടതായിരുന്നു, എനിക്കിതിനെ തിരിച്ചു കിട്ടി, എൻ്റെ സന്തോഷത്തിൽ വന്ന് പങ്കുചേരാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ 99 മരുഭൂമിയിൽ ഉപേക്ഷിച്ചപ്പോൾ അങ്ങേക്ക് നൊമ്പരമില്ലായിരുന്നോ? ഇവിടെയാണ് ആ തിരുഹൃദയം അറിയേണ്ടത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ ആ ഒന്ന് ആരായിരിക്കണം? മാനസാന്തരം കൊണ്ട് ആവശ്യമുള്ള ആ ഒന്നിൻ്റെ കാര്യം ഇവിടെ പറയുമ്പോൾ എന്താ കണ്ടെടുത്ത് സത്യത്തിൽ ഇടയം പോയത് എന്തിനു വേണ്ടിയാണെന്നറിയോ? 99 മരുഭൂമിയിൽ ഇട്ടേച്ച് ആ ഒന്നിൻ്റെ പുറകെ പോയി എന്തിനു വേണ്ടിയാണെന്നറിയോ? ജീവനെ കൊടുത്തിട്ടാണേലും അതിനെ നേടണം. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാലോ, കർത്താവ് ഈ 5 ഉപമ പറയുന്ന ഒറ്റ കോണ്ടെക്സ്റ്റിലാണ്. ആ കോണ്ടെക്സ്റ്റ് മാത്രം എന്താണെന്ന് നിങ്ങൾക്കറിയാം. സ്വയനീതിയിൽ പുകഴുന്ന പരീശന്മാർ, ദൈവനീതിക്ക് കീഴ്പ്പെടുവാൻ ഇഷ്ടമില്ലാതെ കർത്താവിൻ്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട്, മോശ ഞങ്ങൾക്ക് അകത്തും പുറത്തും എഴുതിയ കൽപ്പലകയിൽ എല്ലാ കൽപ്പനയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്, ഞങ്ങൾക്കിപ്പോൾ മോശയുണ്ട്, ഈശോയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, യേശുവിനെ കൊണ്ട് ആവശ്യമില്ലാത്ത ആ വർഗത്തെ, ആ ഗ്രൂപ്പിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി യേശു പറഞ്ഞതാണ് 5 ഉപമ. ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ പോലും അത് അദ്രവ്യാഗ്രഹിയായ പരീശനെയാണ് ധനവാനിലൂടെ യേശു കാണിച്ചത്. പക്ഷെ അതിൻ്റെ വ്യാഖ്യാനം വന്നിരിക്കുന്നതൊക്കെ വേറെയാണ്. ഹല്ലേലൂയ. ആ ധനവാന്റെ ഉപമ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട്, ദ്രവ്യാഗ്രഹികളായ പരീശന്മാരെ ഓർത്ത് യേശു പറഞ്ഞു എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട്, ഒരിടത്ത് ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു, മറ്റൊരിടത്ത് വ്രണം നിറഞ്ഞ ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരുവൻ പുറമേ കാണിക്കുന്നവൻ, ഒരുവൻ പുറമേ ഒന്നും കാണിക്കാനില്ലാത്തവൻ. അതാ ആശയം. പക്ഷെ നമ്മൾ വ്യാഖ്യാനം വന്നപ്പോൾ നേരെ തിരിച്ചു കളഞ്ഞ വ്യാഖ്യാനത്തെ. ഹല്ലേലൂയ. ധനവാൻ എന്ന് പറയുന്നവൻ പാപി, ലാസർ എന്ന് പറയുന്നത് നീതിമാൻ. അവൻ പട്ടിണി കിടന്നുകൊണ്ടാണ് സ്വർഗ്ഗത്തിൽ പോകാൻ കാര്യം, മറ്റവൻ കാശുള്ളതുകൊണ്ട് നരകത്തിൽ പോകാൻ കാര്യം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സത്യത്തിൽ അതല്ല. കാണിച്ചത് മുഴുവൻ പുറമേയുള്ള, ധൂമ്രവസ്ത്രം ധരിച്ചത് പുറമെയാണ്, ധൂമ്രവസ്ത്രവും ധരിച്ചത് പുറമെയാണ്, ആഹാരം കഴിച്ച് ഉപജീവിച്ചത് പുറമെയാണ്. പുറമേ കാണിക്കുന്ന ഭക്തിയാണ് യേശു അതിലൂടെ എടുത്തു കാണിക്കാൻ താല്പര്യപ്പെട്ടത്. പരീക്ഷത്വത്തെയാണ് യേശു. ധനവാനായ പരീശന്മാർ അവർ ഇഷ്ടംപോലെ പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ പുറമെ ആൾക്കാരുടെ എല്ലാം മുമ്പ് ഞങ്ങൾ പാവപ്പെട്ടവരാന്ന് പറയുന്ന ആ മുഖത്തെയാണ് കർത്താവ് അതിലൂടെ ചീന്തിയത്. പക്ഷേ അത് മനസ്സിലാക്കിയിട്ടില്ല. എനിവേ തിരിച്ചു വരിക. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചിന്തയിലേക്ക് വരാം. ആ 99 മരുഭൂമി ഇട്ടേച്ച് ഒരൊറ്റ ഒന്നിൻ്റെ പുറകെ എന്തിനു പോയാന്നറിയോ? ജീവനെ കൊടുക്കാൻ. ഉറക്കെ പറ. ഞാൻ 10:11 ഒന്നുകൂടെ വായിച്ചു. ഞാൻ നല്ല ഇടയനാകുന്നു, ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു ഒന്ന് പറഞ്ഞു. യേശു നല്ല ഇടയനാകുന്നു. ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, യേശു നല്ല ഇടയനാകുന്നു. Hallelujah. I am the good shepherd. The good shepherd laid down his life for the sheep. He's laying down his life for the sheep.
അവൻ്റെ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ. ഹല്ലേലൂയ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഒന്ന് പറഞ്ഞേ, ജീവനെ കൊടുക്കുന്നു. അപ്പൊ എന്താ ഇന്ന് ഈ വചനത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? യേശുവിൻ്റെ ജീവനെ സ്വീകരിച്ച് ജീവിതം തുടങ്ങിയ യേശുവിൻ്റെ കൂടെ പ്രയാണം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ഒന്ന് പറഞ്ഞു, യേശുവിൻ്റെ ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശുവിൻ്റെ. യേശുവിടെ പുറകോട്ട് പോയിട്ട് പറയാൻ താല്പര്യമുണ്ട്. കരമുയർത്തി പറഞ്ഞു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന എന്നിലേക്ക് കർത്താവിൻ്റെ ജീവൻ പ്രവഹിച്ചു. ആ പ്രവഹിച്ച കർത്താവിൻ്റെ ജീവൻ എന്നിൽ ജീവനായി വെളിപ്പെട്ടു. ആ ജീവനെയും കൊണ്ട് ഞാൻ തുടങ്ങിയ ജീവിതമായത്. ഇത് അവസാനം എത്തിപ്പിക്കുന്നത് എൻ്റെ ജോലിയല്ല, എനിക്ക് ഈ ജീവൻ തന്നവൻ്റെ ജോലിയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും തുടക്കവും ഒടുക്കവും അവനാണ്. ഹി ഈസ് ദ ഓഥർ ആൻഡ് ഹി ഈസ് the finisher of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും അവനാണ്. പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? നിങ്ങൾ തുടങ്ങി നിങ്ങൾ പൂർത്തീകരിക്കുന്ന ജീവിതത്തിലല്ല നിങ്ങൾ വന്നത്. നിങ്ങളിൽ അവൻ തുടങ്ങി, നിങ്ങളിൽ യേശു തുടങ്ങി, യേശു നിങ്ങളിൽ പൂർത്തിയാക്കുന്ന എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇല്ല ഇല്ല ഇല്ല, നിങ്ങളുടെ ഉള്ളത് വീണിട്ടില്ല. നിങ്ങൾ തുടങ്ങി നിങ്ങൾ പൂർത്തിയാക്കുന്ന ജീവിതത്തിലല്ല നിങ്ങളുള്ളത്. യേശു തുടങ്ങി നിങ്ങളിൽ തുടർന്ന് നിങ്ങളിൽ പൂർത്തിയാക്കുന്ന ജീവിതത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നാളെയെക്കുറിച്ച് ഒരു ആകുലതയും വേണ്ട. ജീവൻ തന്നവൻ്റെ ജീവൻ്റെ അകത്ത് നിങ്ങളുടെ പരിപോഷണത്തിനുള്ള സകലവും ഉണ്ട്. ഓ ഹല്ലേലൂയ. ചേർന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ചേർന്ന് കരമടിച്ചൊന്ന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. ഇതിൽ ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ച വാക്ക് 10-12 വാക്കാണ്. അത് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതി കരമടിച്ച് സ്വീകരിക്കണം ആ വാക്കിനെ. 12 വാക്യം ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കും. മോനെ വായിച്ചു 12 വാക്യം. ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ജീവൻ കൊടുക്കാമെന്ന് പറയുന്ന കൂലിക്കാരൻ ജീവൻ കൊടുക്കുന്ന സമയം വരുമ്പം ചെന്നായി വരുന്നത് കണ്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. എന്നാൽ ചെന്നായിയുടെ മുമ്പിൽ യുദ്ധം ചെയ്ത് ആടിനു വേണ്ടി ജീവനെ കൊടുത്ത, ഓ എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. ചെന്നായി വരുന്നത് കണ്ടപ്പോ ഓടിപ്പോകാതെ നെഞ്ചും നെറ്റിയും വിരിച്ച് ചെന്നായിയെ തൻ്റെ ജീവനും കൊണ്ട് തകർത്ത, ഓ എത്ര പേരുടെ ഉള്ളിൽ അത് എഴുതിയെന്ന് എനിക്കറിയത്തില്ല. ചെന്നായി വരുന്നത് കണ്ടപ്പം കൂലിക്കാരനായ ഇടയൻ ഓടിപ്പോയി. എന്നാൽ യേശു ചെന്നായി വരുന്നത് കണ്ടു. അത് ക്രോസിലായിരുന്നു. അവിടുത്തെ ദിവ്യബലി കുരിശിൽ അർപ്പിക്കുവാനായിട്ട് അവിടുന്ന് പോയ സമയത്ത് ഹല്ലേലൂയ മാനവജാതിയെ കടിച്ചു കീറുവാനായി വരുന്ന ആ വലിയ ചെന്നായി കൂട്ടത്തെയായിരുന്നു യേശു കണ്ടത്. പിശാചും അവൻ്റെ കിങ്കരന്മാരും മാനവജാതിയുടെ മേൽ വാഴ്ചയും അധികാരവും ശക്തിയും കർത്തൃത്വവും വെച്ചുകൊണ്ട് വാഴുകയായിരുന്നു. എന്നാൽ ക്രൂശിൽ ഒരു മിനിറ്റ് പോലും അവിടുന്ന് വിട്ടുകൊടുത്തില്ല. വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് അവിടുത്തെ ജീവനെ കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങി കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ഇത് എത്ര നാളായി മോനെ പ്രത്യക്ഷപ്പെട്ടിട്ട്? 1 വർഷമായി. നീ വിശ്വസിക്കുന്നു ഇപ്പൊ കൈ വെക്കുമ്പോ അത് യേശു എടുക്കാൻ പോവാന്ന്? വിശ്വസിക്കുന്നു. നിനക്കിതുള്ള കാര്യം നിന്റെ വീട്ടുകാർക്കെല്ലാം അറിയാവോ? എല്ലാവർക്കും അറിയാം. നിന്റെ വീട്ടിൽ നിന്ന് ആരാ വേറെ വന്നിട്ടുള്ളേ? ചേട്ടൻ വന്നു. ഇദ്ദേഹത്തിന്റെ ചേട്ടൻ ആരാ? പേരെന്നാ മോനെ ചേട്ടന്റെ? ഇതാണോ? ചേട്ടൻ കയറിയോ അവനെ? ഇങ്ങോട്ട് കയറിയുന്നു. ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നീ അതിലോട്ട് കൈ പിടിച്ചേ, അമർത്തി പിടിച്ചേ, ആ പർട്ടിക്കുലർ സ്പോട്ടിൽ പിടിച്ചേ. എന്നിട്ട് പറഞ്ഞേ, യേശുവേ വിളിക്കും മോനെ, വിളിക്കടാ, യേശുവേ എന്ന് വിളിക്കടാ. യേശുവേ എനിക്കിത് വേണ്ട. എൻ്റെ യേശു ക്രൂശിൽ ഇത് ചുമന്നതാ. ഞാനത് വിശ്വസിക്കുന്നു. ആ യേശുവിന്റെ കയ്യിൽ നിന്ന് എന്നെ എടുത്തോണ്ട് പോകാൻ, എന്നെ പിടിച്ചു പറിക്കാൻ ഈ മുഴക്ക്, ഈ രോഗത്തിന് കഴിയുകയില്ല. അത് ഞാൻ ശക്തി അടിക്കുന്നു. ഈ കുഞ്ഞിന്റെ മേലെ ശക്തി അടിക്കുന്ന കാണുക. യേശു അവനെ തൊടുന്ന കാണുക. മറിച്ച് പറയുന്നു, അഭിഷേകത്തിന്റെ ശക്തി അവന്റെ മേലെ അടിക്കുന്നു. ദൈവജീവൻ അവന്റെ മേലെ അടിക്കുന്നു. യേശുവേ കുഞ്ഞിനെ തൊടണമേ, അങ്ങനെ ശക്തി അയക്കണമേ. ഞങ്ങൾക്ക് സൗഖ്യമാക്കാൻ പറ്റില്ലല്ലോ നാഥാ, അങ്ങയുടെ കൈ വെക്കണേ. യേശുവിന്റെ കൈ നീട്ടുന്നു. കണ്ണടച്ചോ, യേശുവേ എന്ന് വിളിച്ചോ മോനെ, യേശുവേ എന്ന് വിളിച്ചു.
അടപ്പ് തുറക്കപ്പെടട്ടെ. ഓ, ഈ മകന്റെ ശരീരത്തിൽ നിന്ന് അത് ഒഴിയുന്നു, ഒഴിഞ്ഞു പോകുന്നു. Get out. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞു. It's gone. It's gone. ഉണ്ടോ? ഇല്ല ചേട്ടൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കി അതുണ്ടോ നോക്കി അതവിടെ. ഇല്ല. കരമടിച്ചോ യേശുവിന് ആരാധന. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.